എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വേനൽ മഴയൊക്കെ പെയ്തു, മണ്ണൊക്കെ ഒരുവിധം തണുത്തിട്ടുണ്ട്. ഇപ്പോൾ 2-3 മഴ നമ്മുടെ ഇവിടെയൊക്കെ കിട്ടി. ഇപ്പോൾ നമുക്ക് ചേന, ചേമ്പ്, കാച്ചിൽ, ഈ കരയിൽ നടന്ന ഇഞ്ചിയൊക്കെ നടന്ന സമയമാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചേന വിത്താണിത്. ഇത് ഒരു ആർഷഭാരത് എന്ന് പറയുന്ന ഒരു സംഘടന, കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു സംഘടനയാണത്. വാർഡ് തലത്തിലൊക്കെയാണ് അതിൻ്റെ പരിപാടികൾ, പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇത്തവണ ഞങ്ങളുടെ ഈ മേപ്പാടി പഞ്ചായത്തിലെ വാർഡും ഇതിനകത്ത് ഉൾപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഹർഷഭാരതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ചേന വിത്താണ്. ഇതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ തട്ടിയാൽ ഇതിന് ചൊറിച്ചിൽ ഇങ്ങനത്തെ ഒന്നും അനുഭവപ്പെടില്ല. ഗജേന്ദ്രിയ എന്ന ഇനത്തിൽപ്പെട്ട ഒരു ചേനയാണത്. അപ്പോൾ ഇത് പാകത്തിനുള്ള മുളയായിട്ടുണ്ട്. അപ്പോൾ അവർ തന്നിരിക്കുന്ന വിത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വിത്തുകളാണ്. ഇത് വീട്ടാവശ്യത്തിനൊക്കെ പറ്റുള്ളൂ. ഇപ്പോൾ കണ്ടില്ല, അത് കമത്തി വെച്ചിരുന്ന നേരത്തെ എൻ്റെ മുള കട്ട് ചെയ്ത് വെച്ചിട്ട് കമത്തി വെച്ചാണ്. പാകത്തിനുള്ള മുളയായിട്ടുണ്ട്. ഇത് നമ്മൾ മുറിച്ച് പല രീതിയിലുള്ള മരുന്നുകളൊക്കെ മുക്കുന്നുണ്ട്. നമ്മൾ ആ പാരമ്പര്യമായിട്ട് ചെയ്യുന്നത് തന്നെ ഈ ചാരത്തിൽ മുക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. മുറിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഈ മുളച്ച് വന്നിരിക്കുന്ന മുളയിൽ തട്ടരുത് കത്തി. കൃത്യമായിട്ട് ഇങ്ങനെ മുറിച്ച് എടുക്കുക. ഇത് നല്ല ഇനം ചേനയാണ്. ഇത് കയ്യിൽ ഇങ്ങനെ തട്ടിയ ചൊറിച്ചിലൊന്നുണ്ടോ? സാധാരണ ചേന എന്ന് പറയുമ്പോൾ ചൊറിച്ചിലുണ്ട് അനുഭവപ്പെടും. ഇതങ്ങനത്തെ ചൊറിച്ചിലൊന്നും അനുഭവപ്പെടാത്ത ഗജേന്ദ്രിയ എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ട ചേന. ഏത് ചേനയാണെങ്കിലും ഇപ്പോൾ നടന്ന സമയമാണ്. കരയിൽ വയലിലൊക്കെ നേരത്തെ നട്ട് മുളച്ച് തുടങ്ങി. അതുപോലെ തന്നെ ഇതിനകത്ത് അധികമായിട്ട് വന്നിരിക്കുന്ന ഈ മുള നമ്മളിങ്ങനെ തട്ടിക്കളയണം. അല്ലെങ്കിൽ അതും കൂടെ മുളച്ച് ഒരു പിന്നെ പടുമുള പോലെ വരും. ഇത് കണ്ടില്ല, ഇപ്പോൾ ഒരു നല്ലൊരു മുള മാത്രം നിർത്തി ചെയ്യാം. ഒരു സ്റ്റൈലിന് വേണ്ടി ചെയ്യണതാണ്. ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് ഒതുക്കി ശേഷം ഇതിങ്ങനെ നമ്മൾ ചാരത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ചാരം ഇതിലേക്ക് വലിയുന്നു. ഇതിൻ്റെ മുറിൻ്റെ ആ മുറിച്ചതിൻ്റെ ആ കേടുപാടുകളൊക്കെ തീരും. അങ്ങനെയാണ് ചേനവിത്ത് മുറിക്കേണ്ടത്. ഇത് വലിപ്പം കുറവ് തന്നെയാണ്. വയലിലേക്ക് നടാൻ ഇത് പോരാ. പക്ഷേ കരയിലൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിന് ഒരു ചേന പറിക്കാനൊക്കെ ആകുമ്പോൾ ഇത്ര ഉള്ളതൊക്കെ നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ 2 ഇരട്ടി ഒക്കെ ആയിട്ടുള്ള ചേന കിട്ടും. ഞാനിപ്പോൾ നമ്മുടെ ചേനവിത്ത് ഇതിപ്പോൾ ആവറേജ് നല്ല മുളയായിട്ടുണ്ട്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 കുഴിക്കേ കിട്ടുള്ളൂ, അതിനുള്ള വലുപ്പമുള്ളൂ. വീട്ടാവശ്യത്തിനാകുമ്പോൾ ഇങ്ങനത്തെ ചേന എപ്പോഴും നല്ലത്. ടേസ്റ്റും ഉണ്ട്, നല്ല രുചിയുള്ള ഏതാണ്. നമ്മൾ ഇതിനകത്ത് 2-3 എടുത്ത് കറിയൊക്കെ വെച്ച് നോക്കി പുഴുങ്ങിയൊക്കെ തിന്ന് നോക്കിയതാണ്. ഗജേന്ദ്രിയ ഇനത്തിൽപ്പെട്ട ചേന. ഇത് നമ്മൾ 2ആയിട്ടാണ് മുറിക്കാവുള്ളൂ. ഇത് കൂടുതൽ ചെറുതാക്കി കഴിഞ്ഞാൽ വിളവിനെ ബാധിക്കും. നമ്മൾ കൃത്യമായ രീതിയിൽ ഇങ്ങനെ അരുവളോ അങ്ങനെ ഒരു വളമുള്ള കത്തിയെടുത്ത് ആ മുളയെ തട്ടാൻ പാടില്ല. പൊളിക്കരുത്, മുറിച്ച് തീർക്കണം. ഇങ്ങനെ അന്നത്തെ കാലത്ത് ഞങ്ങൾ കാരണന്മാരൊക്കെ ആയിട്ട് ഇങ്ങനെ റൗണ്ട് പോറ്റിനാണ് നോക്കണ്ട. ഇങ്ങനെയാണ് ചേന മുറിച്ചെടുക്കുന്നത്. കാലത്തെ മോഡലാണ്. ചാരം വാരി ഇട്ടാണ്. ശരിക്കും ചൂടോമോണസും ചാണാപ്പാലും കൂടെ മുക്കുകയാണ് ഏറ്റവും നല്ലത്. അവർ പറയുന്നത് അത് തന്നെയാണ്. പക്ഷേ ഇവിടെ അതിനുള്ള സാധ്യത കിട്ടാത്തതുകൊണ്ടും പെട്ടെന്ന് മഴ ഇത് നടേണ്ട ഒരു അർജൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ സാധാരണ നമ്മൾ പഴയ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് ചാരം ഇങ്ങനെ അങ്ങ് തൂത്ത് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ മുറിപ്പാടിനൊക്കെ വരുന്ന ആ ക്ഷീണങ്ങളെല്ലാം മാറി കിട്ടും. അപ്പോൾ ഇതല്ലെങ്കിൽ ചാരത്തിനല്ലെങ്കിൽ സൂഡോമോണസും ചാണാപ്പാലും കൂടെ മിക്സ് ചെയ്തിട്ട് മുക്കിയിട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. മുള വരാനൊക്കെ കൂടുതൽ സൗകര്യമായിരിക്കും. ഈ ചാരം പഴയ കാലത്തൊക്കെ നമ്മളൊക്കെ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചാരം ഇങ്ങനെ അങ്ങ് ഇടും, എന്നിട്ട് അങ്ങനെ തട്ടിക്കളയും. അപ്പോൾ ഒരുമാതിരിപ്പെട്ട കേടുകൾ കരുക്കൊക്കെ അങ്ങ് മാറി കിട്ടും. അപ്പോൾ നമ്മൾ മുറിച്ച് കണ്ടല്ലോ. ഇതിനകത്ത് നമ്മൾ ഇതേപോലെ ഈ പീസിനകത്ത് 1, 2, 3, 4 മുള വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നിർത്തി കഴിഞ്ഞാൽ ചേന നന്നാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇതിങ്ങനെ എടുത്ത് കളയണം. നല്ല കരുത്തുള്ളൊരു മുള കേട് വരാത്ത രീതിയിൽ നിർത്തിയിട്ട് ഇങ്ങനെ തട്ടിക്കളയാം. മറ്റെന്താണ് 4 മുളയും കടയും മുളയ്ക്കും, ചേന നന്നാവില്ല. ഒറ്റ മുളയെ പാടുള്ളൂ ചേനയ്ക്ക്. ഇതിപ്പോൾ മുളയില്ലാത്ത പീസ. ഇത് ഇങ്ങനെ നട്ടിട്ട് വലിയ പ്രയോജനമില്ല, ചിലപ്പോൾ താമസിക്കുക. അതുകൊണ്ട് നമുക്ക് എന്ന് വെച്ചാൽ വീട്ടാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം, കറിക്ക് ഉപയോഗിക്കാം. അപ്പോൾ മുറിക്കുമ്പോൾ ഇങ്ങനെ വേസ്റ്റ് വരുന്നതുകൊണ്ടെങ്കിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇത് നട്ട് കഴിഞ്ഞാൽ മുള എടുത്ത് വരാൻ താമസിക്കും. നമുക്ക് കറി ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇതിൽ മുളയുണ്ടാവും, ഒരു മുളയുള്ളൊരു പീസ് നമ്മളിങ്ങനെ എടുത്തു. അപ്പോൾ നമ്മൾ
ചേന മുറിക്കുന്ന പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഒന്ന് നടണം എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത ഇതിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.